ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ നമ്മുടെ ഫാമിലി 12K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വളരെ കുറച്ചിട്ട് സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ്, ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ദേ ഇന്നലെ വൈകുന്നേരം അമ്മ അംഗനവാടിയിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ. പോയി വരുമ്പോൾ എനിക്കൊരു പപ്സൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അത് എന്നെ കഴിക്കാൻ അവൾ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ അത്രയും കുറച്ച് എന്നെ കഷ്ടപ്പെടുത്തിയ കാരണം ഞാൻ ചെറിയൊരു കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അടിച്ചു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഈ വലിയ പെണ്ണൊരുത്തി അവിടെ ഉണ്ടായിട്ട് അമ്മേനെ കൊണ്ട് ഇപ്പോൾ അടിച്ചു വരിക്കുക എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ എനിക്ക് തീരെ പറ്റില്ല കേട്ടോ പൊടി. അതുകൊണ്ടാണ് അമ്മ അടിച്ചു വരുന്നത്. ഞാൻ അടിച്ചു വാരിയിരുന്നു, പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് തീരെ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ മുളക് ബജി ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വൈകുന്നേരം ചെയ്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ മുളക് ബജി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ, ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഇവിടെ ഒരു 7:30 ആ സമയത്താണ് എല്ലാവരും ചായ കുടിക്കുന്ന സമയം. അപ്പോഴത്തേക്ക് ഞാൻ ചായയും ബജിയൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ചില സമയത്ത് ചില ദിവസങ്ങളിൽ നല്ലൊരു മൂഡാണ് കുക്കിംഗ് ചെയ്യാൻ. ആ സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന പണിയാണ്. പിന്നെ അമ്മ പഞ്ചായത്തിൽ പോയി വന്നപ്പോൾ നമ്മുടെ കുടുംബശ്രീയിൽ നിന്ന് 2 കയ്പ്പയ്ക്കയുടെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7:30 സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പോയി ഒന്ന് കിടക്കാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ടി വി കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി കിടക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞാൻ താഴേക്ക് ഇറങ്ങി വന്ന് ചോറുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ചോറുണ്ടത്. ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചോറിനാനുള്ളൊരു സമയവും സന്ദർഭമൊന്നും ഒത്തുവരാറില്ല. വിശാഖ ഏതെങ്കിലും നേരത്താണ് കയറി വരിക. പിന്നെ മിക്കവാറും എനിക്ക് ചോറ് കഴിക്കാൻ കൂട്ടുണ്ടാവുക അച്ഛനാണ്. ഇന്നലെ അച്ഛനും ഞാനും ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് കഴിച്ചത്. പക്ഷേ അച്ഛൻ ഇരുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്ന്. പിന്നെ പുറകിൽ ഇതേ അമ്മയുടെ സീരിയൽ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അമ്മ വൈകിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കില്ല. അമ്മയ്ക്ക് ഭക്ഷണം ആവശ്യമില്ല. അമ്മ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറുണ്ടാ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അമ്മ വൈകുന്നേരം ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ ഇതേ ചോറിന് ഇതേ അയലക്കറി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോരുകറി, അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞാൻ വളരെ കുറച്ച് ചോറായിട്ടേ കഴിക്കുള്ളൂ. ചോറുണ്ണാനിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ സമയം എടുത്ത് കഴിക്കുന്നില്ല. ആകെ 5-10 മിനിറ്റ് എൻ്റെ ചോറിനിൽ കഴിക്കാൻ വേണ്ടുള്ളൂ. കാരണം എനിക്ക് വളരെ കുറച്ച് ഭക്ഷണമേ ഞാൻ വൈകുന്നേരമൊക്കെ കഴിക്കുള്ളൂ. പിന്നെ അതേ ഞാൻ മേലേക്ക് കയറി വന്ന് മേല് കഴുകി. എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അതേ മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതല്ലേ. ഈ മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരത്തെ മീൽസ് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതല്ലേ, അത്രേ ആവശ്യമുള്ളൂ എന്ന് കരുതിയിട്ടാട്ടോ. പക്ഷേ ഈ മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് എനിക്ക് കഴിച്ചേ പറ്റും. ഞാൻ അതേ മരുന്ന് കഴിക്കും. അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത മരുന്നാണ്, നല്ല കയ്പ്പാണ്. അതാണ് എൻ്റെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ. പിന്നെ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് കുറച്ചധികം സമയമെടുത്തത് ഇങ്ങനെ ആസ്വദിച്ചിട്ടൊക്കെ മരുന്ന് കഴിക്കണം. അങ്ങനെ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ചിലർ 2-3 മരുന്നൊക്കെ എടുത്തിട്ട് വായിലോട്ടിടൽ പിന്നെ വെള്ളം കുടിക്കൽ അങ്ങനെ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെ മരുന്ന് കഴിക്കുന്നതെന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും ഇതുവരെ 10-25 വയസ്സായില്ലേ, ഇതുവരെ എനിക്ക് അങ്ങനെ മരുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെബുലൈസേഷൻ ചെയ്തു. ഇതില്ലാതെ രാത്രി പറ്റത്തേയില്ല. ഇതില്ലാതെ രാത്രിയല്ല, പകലൊന്നും പറ്റില്ല. അപ്പോൾ നെബുലൈസേഷൻ കുറച്ച് സമയം ചെയ്തതിന് ശേഷം ഞാൻ കിടന്നു കേട്ടോ. വിശാഖ ഇന്നലെ നേരത്തെയാണ് വന്നത്. ഏകദേശം ഒരു 11 മണി 10:45-11 മണിയാകുമ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഞാൻ സൈഡായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കണ്ടോ, 10:30 ആകുമ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിശാഖ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ വീഡിയോ അത്ര കുഞ്ഞൊരു ഈവനിങ് വ്ളോഗ് ആട്ടോ. ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഞാൻ ഉറങ്ങാൻ പോട്ടെ.